ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 27-ാം തീയതി ശനിയാഴ്ച ദിവസം 1199 മേടമാസം 14-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 7-ാം തീയതി. നാളത്തെ സൂര്യോദയ സമയം രാവിലെ 6:12 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 3:43 തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച പുലർച്ചെ 4:30 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രനാണ്. നക്ഷത്രത്തിൻ്റെ മൃഗം കേഴമാനാണ്. ഭൂതം വായുവാണ്. പക്ഷി കോഴിയാണ്. വൃക്ഷം വെട്ടിയാണ്. ബുധദശയിലാണ് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ബുധദശാകാലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൃക്കേട്ട നക്ഷത്ര ജാതകർ അധ്വാനശീലരും കർമ്മനിരതരുമാണ്. അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർ കർമ്മനിരതരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖജീവിതം നയിക്കുന്നതിനാണ് ഇവർ താല്പര്യം കാണിക്കുന്നത് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ ഇവർക്ക് നല്ല സുഹൃത്തുക്കളൊന്നും ഉണ്ടാകുവാൻ ഇടയില്ല. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥിരത ഉണ്ടാകുവാനും സാധ്യതയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. തൃക്കേട്ട നക്ഷത്ര സ്ത്രീകൾ സുന്ദരികളാണ്, സത്യസന്ധരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖം, സന്താന ദുഃഖം, മനക്ലേശം, അപവാദം, കുടുംബജീവിത പ്രശ്നങ്ങൾ എന്നിവ വന്നു ചേരുമെന്ന് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്ര ജാതകർ പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം, ഉത്രം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർദം, ഉത്രം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ശുഭകാര്യങ്ങളൊന്നും ചെയ്യുവാൻ പാടില്ല എന്നും ജ്യോതിഷം വിലക്കും കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്ര ജാതകർ അറിയുക. ഇനി ഈ വീഡിയോ കാണുന്ന തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതം ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും അവരുടെ ജീവിതത്തിൽ ദശാകാല സംബന്ധമായ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതിനെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ബുധദശാകാലം. ബുധദശാകാലം 17 വർഷമാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. 17 വർഷമായിട്ടാണ്. എന്നാൽ എല്ലാവർക്കും 17 വർഷം വന്നു ചേരണമെന്നില്ല. ഉദാഹരണത്തിന് വേണ്ടി 15 വർഷം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ബുധദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ ജീവിതത്തിൽ 15 വർഷം ബുധദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 15 വയസ്സ് വരെ ഉണ്ട്. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കേതുവിൻ്റെ ദശാകാലമാണ് 7 വർഷം. 15, 7, 22 വയസ്സ് കേതു ദശാകാലം പൂർത്തിയാകും. അതിനുശേഷം 20 വർഷം ശുക്രദശാകാലമാണ്. അപ്പോൾ 42 വയസ്സ് പൂർത്തിയാകും. അപ്പോൾ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്, ഈ തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദോഷം വന്ന് സംഭവിക്കുന്ന അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുടുംബജീവിത പ്രശ്നങ്ങൾ, ദാരിദ്ര്യ ദുഃഖം, സന്താന ദുഃഖം, മനക്ലേശം, അപവാദം ഒക്കെ കേൾക്കുന്ന ഒരു സമയമാണ് ഈ ശുക്രൻ്റെ ദശാകാലം. അപ്പോൾ അതൊക്കെ ഗ്രഹനില നോക്കി ശുക്രൻ അനിഷ്ട സ്ഥാനസ്ഥിതനാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം. അവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയോടുമൊക്കെ മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ സമയം പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെ ഒരു പ്രതികൂലമായ സമയമാണ് ഈ ശുക്രദശാകാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, തൃക്കേട്ട നക്ഷത്ര ജാതകരായുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരു ദശാകാലമാണ്. 22 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള സമയം എന്നുള്ളതാണ് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ ഈ 42 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലമാണ് 6 വർഷം. 42, 6, 48. പിന്നെ 10 വർഷം ചന്ദ്രദശാകാലം 58. 7 വർഷം കുജദശാകാലം 65ആയി. അത് കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. 68, 5, 73, 10, 83ആയി.
83 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലം 99 99 കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിയുടെ ദശാകാലം, അപ്പോൾ 112. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. അപ്പോൾ 112 വയസ്സുകൊണ്ട് ഈ ദശാകാലത്തിൻ്റെ കണക്ക് അങ്ങ് തീരുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദശാകാല കണക്കുകൾ വന്നു ചേരുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഗ്രഹനില കയ്യിലുള്ളവർ ഗ്രഹനിലയിൽ ജനനശിഷ്ടം ഇത്ര വർഷം ഇത്ര മാസം ഇത്ര തീയതി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപ്രകാരം ബാക്കിയുള്ള ദശാകാലം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ ഏത് ദശാകാലത്തു കൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ദോഷമായ ഒരു ദശാകാലമാണ് അനുഭവിക്കുന്നതെങ്കിൽ അവിടെ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക, ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം നടത്തേണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രം എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ഒക്കെ ദർശനം നടത്തണം എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇവിടുത്തെ നേർച്ചയും അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. വലിയ പ്രശ്നത്തിലൊക്കെ അകപ്പെടാതെ ജീവിതത്തെ രക്ഷിക്കുവാൻ കഴിയും, നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ശുക്രദശാകാലമാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സമയം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം തൃക്കേട്ട നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. ഉത്രട്ടാതി, രേവതി, ആയില്യം, മകം, ചോതി, അത്തം, അനിഴം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂല ഫലങ്ങൾ നൽകുന്നൊരു ദിവസമാണ്. ഉത്രട്ടാതി, രേവതി, ആയില്യം, മകം, ചോതി, അത്തം, അനിഴം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അവർക്ക് നാളത്തെ ദിവസം മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അടുത്തത് ശുഭസമയത്തെക്കുറിച്ചാണ് പറയുന്നത്. നാളെ ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച പകൽ സമയത്തെ പ്രധാനപ്പെട്ട ശുഭസമയം എടുത്തു പറഞ്ഞിരുന്നു. ശനിയാഴ്ച ദിവസം രാവിലെ 7:42 മുതൽ 9:12 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10:42 മുതൽ 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:42 മുതൽ 5:12 വരെയും ശുഭസമയമാണ്. നാളെ ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ഈ ശുഭസമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. അതിനുവേണ്ടിയാണ് ശുഭസമയം ജ്യോതിഷം ഓരോ ദിവസവും എടുത്തു പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് ഫോളോ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് ഈ സംഖ്യാശാസ്ത്രം പറയുന്നത്. നാളത്തെ തീയതി 27 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ 9 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9 വരുന്നു. അപ്രകാരം 9 ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നതെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. നിരാശപ്പെടേണ്ട. പരിഹാരം പറഞ്ഞു തരാം. കടും ചുവപ്പ്, നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നാളെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അപ്പോഴേ മാറിപ്പോകും. നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. അതുകൊണ്ട് കടും ചുവപ്പ്, നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയുവാനുള്ളത്. ഇനി നക്ഷത്രഫലമാണ് പറയേണ്ടത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് വളരെ ഗുണകരമായ ഒരു കാര്യമാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിത്യവും വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ അതിൽ ആത്മാർത്ഥതയോടുകൂടി സഹകരിക്കുക, കേൾക്കുക, വിശ്വസിക്കുക. ജീവിതത്തിൽ ജ്യോതിഷത്തെ വിശ്വസിക്കുക. അതുപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും 100% ജീവിത വിജയം ഉണ്ടാകും എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാനിത് ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്.
തൊഴിൽ ഗുണമുള്ള ദിവസമാണ്. കുടുംബം, ധനം, ദാമ്പത്യം എന്നിവയുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. മാതൃഗുണം കുറവായിരിക്കും. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം നല്ല പ്രവൃത്തികൾ യാതൊരുവിധ ഭയവുമില്ലാതെ ഈ നാളുകാർ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ സുഖാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസവുമാണെന്നും ജ്യോതിഷം പറയുന്നു. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകിരം 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനം, കുടുംബം, ദാമ്പത്യം എന്നിവയുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. ബന്ധുക്കൾ ശത്രുക്കളാകുവാനും അവർ മുഖേന നഷ്ടം വരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കലാകാരന്മാർ ശോഭിക്കുവാൻ സാധ്യതയുണ്ട്. അവർക്ക് കീർത്തിയും പദവിയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആരെയും ഭയമില്ലാതെ അവർ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനം, കുടുംബം, ദാമ്പത്യം എന്നിവയുടെ സ്ഥിതി തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. നാളത്തെ ദിവസം ബന്ധുക്കൾ മുഖേന ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഗുണവും അനുകൂലമായൊരു ദിവസമാണ്. നാളത്തെ ദിവസം ചിലരൊക്കെ കലാപ്രവർത്തനങ്ങളിൽ വിജയിച്ച് അത് മുഖേന കീർത്തിയും പദവിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആരെയും ഭയമില്ലാതെ പ്രവർത്തിക്കുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. എങ്കിലും തൊഴിൽപരമായി ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനസ്ഥിതി അല്പം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോവുക. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരും. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബന്ധുക്കളുടെ സ്ഥിതി സുഖ ദുഃഖ സമ്മിശ്രമാണ്. മക്കളുടെ സ്ഥിതിയും അനുകൂലമാണ്. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. ദാമ്പത്യസ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് തൊഴിലിടങ്ങളിൽ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഗുണം ഏറെക്കുറെ അനുകൂലമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽ രംഗം അനുകൂലമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളെ കൊണ്ട് വേദനിക്കുവാനിടയുള്ള ദിവസമാണ്. ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറിച്ചിലുകൾ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. ഭാര്യ ക്ലേശമോ ഭർത്തൃക്ലേശമോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് മാനസികമായ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാം. അങ്ങനെ ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതി വളരെ മോശമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ടെങ്കിലും ആ ധനം ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ, തൊഴിലിൽ നിന്ന് കിട്ടുന്ന ആദായം ഉദ്ദേശിച്ച വിധത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. ദാമ്പത്യ സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. മക്കളുടെ സ്ഥിതി പ്രതികൂലമാണ്.
അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. മാതാപിതാക്കളുടെ ദോഷം കുടുംബത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയവുമാണെന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനസ്ഥിതി എന്നിവയുടെ നല്ല സ്ഥിതിയാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം കൊണ്ട് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ചിലരെ സംബന്ധിച്ചോളം സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള എല്ലാ വിധത്തിൽ ചിന്തിച്ചാലും നല്ല ഭാര്യ, നല്ല ഭർത്താവ്, ഗൃഹം, ധനം, സുഖം എന്നിവയൊക്കെ ഉണ്ടാകുകയും തൻ്റെ കുലത്തിൽ പ്രധാനിയാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് ധനുക്കൂറുകാർക്ക് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മയ്ക്ക് അനുകൂലമായ ദിവസമാണ്. ധനസ്ഥിതി അനുകൂലമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടമൊക്കെ ഉള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം അനുഭവ ഗുണമുള്ള ദിവസമാണ്. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് നാളത്തെ ദിവസം. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കൊടുത്തുവാങ്ങലുകൾക്കൊക്കെ അനുകൂലമായൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനസ്ഥിതി, കുടുംബത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖവും വർദ്ധിക്കുന്നൊരു ദിവസമാണ്. എങ്കിൽ പോലും ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷവശങ്ങൾ ചിലരിലൊക്കെ വന്നു ചേരാം. ചിലർ മദ്യപാനികളാകാം. അതുപോലെ തന്നെ നീച സ്വഭാവം ചിലർ കാണിച്ചെന്നിരിക്കും. കലഹത്തിൽ ഏർപ്പെട്ടെന്നിരിക്കും. മനോദുഃഖവും മാനഹാനിയൊക്കെ സംഭവിക്കാം. അന്യജനങ്ങൾ മുഖേന പീഡിതനും അലസനും ഒക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശനിയുടേതായ 7ര ശനിയുടേതായ ദോഷവശങ്ങളും ചിലരൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മക്കളാൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണവും ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ അന്യജനങ്ങളിൽ നിന്ന് ദോഷം സംഭവിക്കാനും ആപത്തനർത്ഥങ്ങൾക്കും അപകടങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലർക്ക് കാര്യമായി വന്നു ചേരാനും സാധ്യതയുണ്ട്. ചിലരെയൊക്കെ നല്ലതുപോലെ കടബാധ്യതയിൽ എത്തിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വീഡിയോയ്ക്ക് ടെക്നിക്കലായിട്ട് അല്പം പ്രശ്നമുണ്ട്. സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ മൈക്രോഫോൺ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാറിയെടുക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.